വെച്ചിട്ട് പെരട്ടി വെച്ചില്ലായിരുന്നോ? ഇവിടെ ഇത് ആരാ ഈ മതില് പണിഞ്ഞ്? ഓഹ്, ഇതിന് മണ്ട കയറാൻ പറ്റുന്നില്ലല്ലോ. ഇന്നാലും ഇതിവിടെ ഇല്ലായിരുന്നല്ലോ. ഇതൊക്കെ എന്റെ ചെറിയ ചെറിയ സാഹസികങ്ങളല്ലേ അമ്മച്ചി. ഇതൊക്കെ സിമ്പിൾ. ആവണി പൊന്നു ഞാലടിക്കാൻ നിന്നെ ഞാൻ. ദൈവമേ, എന്റെ ഷർട്ട്. എന്റെ ഈ സന്തോഷം ഞാൻ ആരോട് പറയും? അയ്യോ, എന്തൊരു ഷോ ആയിരുന്നു രാവിലെ. ഇനി എന്റെ കുറച്ച് ഡൈപ്പർ ഡാൻസ് ആവാം. ചിങ്ക് ചിക ചിങ്ക് ചിക. ആഹാ, അച്ഛന്റെ പുതിയ ഷർട്ടിന്റെ ഡിസൈൻ കൊള്ളാലോ. ഇതെന്താ കേരളത്തിന്റെ മാപ്പ്? ഒരു കാര്യം ചെയ്യാൻ ഡൈപ്പർ വെച്ച് തച്ചോടാത്ത്. ഇതെന്തു വഴി ഇത് കാണിച്ചു വെച്ചേക്കുന്നേ? ഏട്ടാ, അത് ഞാനേ മോട്ടർ ഓഫ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴേ ഞാനേ ഒരു വേറെ തുണി വെച്ച് വെച്ചടിച്ച് എന്നാലോ? ഇനി ഏത് ഡ്രസ് ഇടും ഞാൻ? അവന്മാരുടെ ഇനി എന്ത് പറയും ഞാൻ? എന്തോന്നിത്? ഇതിന് വേറെ ഏതെങ്കിലും ഒരു ഷർട്ട് എടുത്ത് തേച്ച് തന്നാലോ? നീ ഇത് മനഃപൂർവ്വം ചെയ്തതാ. നീ ഇത് ഞാൻ കല്യാണത്തിന് പോവാതിരിക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം പ്ലാൻ ചെയ്തതാ. എടാ, എന്തുവാടാ അങ്ങനെ പറയുന്നത്? കല്യാണത്തിന് വരാത്തതിനും വിളിക്കാത്തതിനും എനിക്ക് വിഷമമുണ്ട്. നീ പറയാതെ, ഞാൻ മനഃപൂർവ്വം അല്ല. വേണം നീ അമ്പൂട്ടിനോട് ചോദിച്ചു നോക്കി. ഞാൻ മോട്ടർ ഓഫ് ചെയ്യാൻ വേണ്ടി പോയതാ. പോ അച്ഛ. അടി. അമ്മച്ചി വഴക്ക് പറയുന്നു. അച്ഛന്റെ ഷർട്ട് വേണം. അയ്യോ, അച്ഛൻ തേക്കണമായിരുന്നു. പാവോ അച്ഛൻ. ഇന്നൊരു സദ്യ മിസ്സായി. സാരമില്ല കേട്ടോ. എന്റെ കുറുക്ക് തിന്നിട്ട് ആ കുറുക്ക് ബാക്കി ഉണ്ടെങ്കിൽ അച്ഛന് കുറച്ച് കുറുക്ക് തരാമേ. എനിക്കറിയണ്ട. എനിക്കിന്ന് കല്യാണത്തിന് പോണം. എനിക്കിത് എന്തെങ്കിലും ചെയ്തു തരണം. ഇത് എന്തോന്നുണ്ട്? ഇത് ഏത് ഭൂപടത്തിന്റെ മാപ്പാണ് ഇത്? ഇതൊരു പട്ടി കടിച്ചു കീറിയാണ് ഇത്. പട്ടി എടി. ഒരു സദ്യ കിട്ടിയതെന്ന് പറഞ്ഞു മനുഷ്യര് ഇങ്ങനെയൊക്കെ വട്ടാവൂ? ഈ അച്ഛൻ എന്തോ ഈ കാണിക്കുന്നേ? ചിരിക്കുന്ന നീ ചിരിച്ചാടി. നീ ചിരിച്ചില്ലേടി ഇപ്പൊ? ഞാൻ ചിരിച്ചില്ല. എന്തുവാ? എത്ര കൊല്ലത്തിന് ശേഷം കൂട്ടുകാരെ കാണാൻ പോകുന്നു?